ഞാനിവിടെ ചോരയിൽ കുളിച്ച് കിടക്കുമ്പോൾ ഞാനവരോട് പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞെങ്കിലും ഈ ചോരയിൽ കുളിച്ച് കിടക്കുന്നവരെ എടുക്കാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുകയും ഞാൻ അവസാനം ഒരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തരാൻ പറയുകയും അങ്ങനെ ഒരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തരുകയും ആ ഓട്ടോയിൽ ഞാൻ കയറി ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത്. തന്നെ പോകുമായിരുന്നു, ആരും സഹായിക്കാൻ വന്നില്ല. അതെനിക്കൊരു കൂടുതൽ രക്ഷാപ്രവർത്തനം ചെയ്യാൻ, അതായത് ചോരയിൽ കുളിച്ച് കിടക്കുന്നവരെ കൂടുതലെടുത്ത് യേശുവിൽ എത്തിക്കാനുള്ളൊരു പ്രചോദനമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോമോൻ കൊച്ചിത്രയാണ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കരകയറുമ്പോൾ ചെന്നൈയും പരിസര പ്രദേശങ്ങളുമൊക്കെ വെള്ളക്കെട്ടിലാകും. അവിടെ ദുരിതമനുഭവിക്കുന്നവർ തങ്ങളെ രക്ഷിക്കാനെത്തുന്നവരിൽ ഒരു മലയാളി സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകളിൽ ജീവിതം ഉടഞ്ഞുപോയവർ തങ്ങളെ രക്ഷിക്കാനെത്തുന്നവരിലും ഈ മലയാളി സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഡിസംബർ 21-ാം തീയതി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരം സമ്മാനിച്ച കോട്ടയം ചങ്ങനാശ്ശേരി തുരുത്തി സ്വദേശി ടിജോ കുര്യാക്കോസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. റെയിൽവേയിലെ സീനിയർ ടെക്നീഷ്യനായ ടിജോയുടെ പ്രവർത്തന മണ്ഡലം ചെന്നൈയിലാണ്. അപ്പോൾ ഈ പുരസ്കാരത്തിന് അർഹമായ അദ്ദേഹത്തിൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം. ഈ ടിജോ എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തു കൂടിയാണ്. ടിജോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ? എൻ്റെ പ്രവർത്തനം 2 മേജർ ഫ്ലഡാണ് ചെന്നൈയിൽ എഫക്റ്റ് ചെയ്തേക്കുന്നത്. ആ ഫ്ലഡിനകത്ത് ഏകദേശം 200ഓളം ഫാമിലിക്കാർ, ഞങ്ങൾ റെയിൽവേ ജീവനക്കാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് വളരെ താഴ്ന്ന പ്രദേശത്ത് നിൽക്കുകയും അതിനകത്ത് ഫുള്ളും വെള്ളം കയറുകയും വെള്ളം ഇരച്ച് കയറുകയാണ് ചെയ്തത്. അപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ എല്ലാവർക്കും നീന്തൽ അറിയാത്തവർ ഒരുപാട് പേരൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു JCB അറേഞ്ച് ചെയ്ത് ഈ JCBയും കൊണ്ട് അവിടെ ചെന്ന് അവരെ എല്ലാവരെയും സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തോട്ട് മാറ്റുകയും ഒപ്പം തന്നെ അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് 1-ാം നിലയിലോട്ട് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ എങ്ങനെ കളിച്ചാലും ഒരു 10-15 പേരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്നു. കാര്യം കടപ്പ് രോഗികളുണ്ടായിരുന്നു, ഒരുപാട് വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത് 100% അവരുടെയൊക്കെ ജീവൻ അപകടത്തിലാകുമായിരുന്നു. അത് 2 പ്രാവശ്യം അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അറക്കോണം ട്രെയിൻ ആക്സിഡൻറ്റ്, നെല്ലൂർ ട്രെയിൻ ആക്സിഡൻറ്റ്, അങ്ങനെയുള്ള റെയിൽവേയുടെ വിവിധ ട്രെയിൻ ആക്സിഡൻറ്റുകളിൽ പോവുകയും അതിനകത്ത് ഇഞ്ചുറി ആയ പാസഞ്ചേഴ്സിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും മനസ്സിലുള്ള ഒറീസയിൽ നിന്ന് ട്രെയിൻ ആക്സിഡൻറ്റ് അവിടുന്ന് ഉള്ള ആൾക്കാർ ചെന്നൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും അവിടെ വന്ന് അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേത് റെയിൽവേക്കകത്ത് തന്നെ ഒരു മേജറായിട്ടുള്ള 2 തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെ SND വർക്ക്ഷോപ്പിൻ്റെ ഗോഡൗണിന് അതിനുശേഷം ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ റെയിൽവേയുടെ പ്രോപ്പർട്ടി എനിക്ക് സേവ് ചെയ്യാൻ സാധിച്ചു. അത് ആരും മുന്നോട്ട് പോയിട്ട് അതിനെ തീയെടുത്താൻ ഫയർഫോഴ്സ് വരേണ്ട ലേറ്റ് ആയപ്പോഴത്തേക്ക് ഇത് കത്തി പടർന്നപ്പോഴത്തേക്ക് നമ്മൾ ധൈര്യം സംബന്ധിച്ച് മുന്നോട്ട് ചെല്ലുകയും ആ ഒരു ബിൽഡിംഗ് ഉടച്ച് അകത്ത് കയറി അത് തീ കൺട്രോൾ ചെയ്യുകയും അതുപോലെ അതിപ്പോൾ തന്നെ റെയിൽവേയുടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് സേവ് ചെയ്ത് റെയിൽവേക്ക് കൊടുക്കാൻ സാധിച്ചു. അതൊക്കെ കാരണമായിരിക്കും ഒരുപക്ഷെ റെയിൽവേ എന്നെ ഈ അവാർഡിന് വേണ്ടി പരിഗണിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഞാൻ റെഗുലറായിട്ട് ബ്ലഡ് ഡോണറാണ്. ഏകദേശം 58 പ്രാവശ്യത്തോളം ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ടിജോയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരുന്നു? എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. അതെ. അപ്പോൾ ഇതുപോലെ ഫാമിലിയിൽ ഒരു ഇതുപോലെ ബ്ലഡിന് വേണ്ടിയിട്ട് ആർക്കോ എൻ്റെ അച്ഛനായിരുന്നു. എൻ്റെ അച്ഛന് ഒരു 99-ലോ 99-ലാന്ന് തോന്നുന്നു ഒരു നെഞ്ചിനിൽ പാര കുത്തി തേങ്ങ പൊരിക്കുന്ന ഇടയ്ക്ക് സ്ലിപ്പായി വീഴുകയും അദ്ദേഹത്തിൻ്റെ നെഞ്ചിലോട്ട് പാര കുത്തി കയറുകയും അദ്ദേഹത്തെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ O നെഗറ്റീവ് ബ്ലഡ് വേണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അന്ന് ഈ അച്ഛൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് ഒരുപാട് പേര് അവിടെ കാണാനെത്തുകയും അതിനകത്ത് കുറച്ച് പേര് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, അന്ന് കോട്ടയം മെഡിക്കൽ സൂപ്രണ്ട് പോലും ആശ്ചര്യപ്പെട്ടു, ഇത്രയും O നെഗറ്റീവ് ഇത്ര പിടിയെന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്തു. അന്നെടുത്തൊരു തീരുമാനമാണ് ആര് ബ്ലഡ് ചോദിച്ച് വന്നാലും അവർക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കും, എല്ലാ 4 മാസം കൂടുമ്പോഴും ബ്ലഡ് കൊടുക്കും എന്നും അന്നെടുത്തൊരു തീരുമാനമാണ്. 58 പ്രാവശ്യത്തോളം ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു നല്ല തീരുമാനമാണ്. ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷനാണ് ഈ ഇതൊക്കെ. അതുപോലെ തന്നെ ചെന്നൈയിൽ കോവിഡ് മഹാമാരി മറന്നു പിടിക്കുകയും ഞാനവിടെ റെയിൽവേയുടെ ഹോസ്പിറ്റലുമായി സഹകരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്തു. ഫ്രണ്ട് ലൈൻ കോവിഡ് വാരിയറായിട്ട് തന്നെ നിന്ന് വർക്ക് ചെയ്യാൻ സാധിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന GHലും റെയിൽവേയിലുമായിട്ടുണ്ടായിരുന്ന ഏകദേശം 42ഓളം അൺക്ലൈംഡ് ബോഡികൾ. അൺക്ലൈംഡ് ബോഡി എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട, അവർക്ക് സംസ്കരിക്കാൻ തന്നെ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ബോഡികൾ ഞാൻ കൊണ്ടുപോയി സംസ്കരിക്കുകയും അതിന് അസ്ഥികളെടുത്ത് കടലിൽ ഒഴുക്കുകയും എല്ലാം പ്രോപ്പറായിട്ട് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് കോവിഡ് എനിക്ക് 3 പ്രാവശ്യം കൂടുന്നു. ഒരാൾ ഞാൻ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് എൻ്റർ ആകുകയും അയാൾ ഹാർട്ട് അറ്റാക്കിൽ അറസ്റ്റായി വീഴുകയും ഞാൻ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുത്തു. അന്നുണ്ടായിരുന്ന ഡോക്ടർ സതീഷ് എന്നെ അതിന് വഴക്ക് പറയും, എന്നെ അടിക്കുക വരെ ചെയ്തു. എന്തിനാണ് നീ ഒരു പേഷ്യന്റ് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം എനിക്ക് കോവിഡ് പോസിറ്റീവായി, ഞാൻ ഐസൊലേഷനിലൊക്കെ ആയിരുന്നു. പക്ഷെ തിരിച്ചു വന്നു. ഓക്കെ. ടിജോയുടെ ജീവിതത്തിലെ ഒരു രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് ഒരു അപകടം പറ്റി. അന്ന് ഞങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ കാണാനൊക്കെ വന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ?
2006 ഫെബ്രുവരി 14 തീയതിയാണ് അത് നടക്കുന്നത്. അന്ന് രാവിലെ 7 മണിക്കൊരു യൂണിറ്റ് ട്രെയിൻ ഉണ്ട് ചെന്നൈ തന്നെ. യൂണിറ്റ് ട്രെയിനിൽ വെച്ച് റണ്ണിങ്ങിൽ ഒരു ഫാമിലി കയറുകയും അദ്ദേഹത്തിൻ്റെ അവരുടെ ഭാര്യയും മക്കളും ട്രെയിനകത്ത് കയറുകയും കൂടെ ഉള്ളവർക്ക് കയറാൻ പറ്റാതെ വരികയും ചെയ്തു. പുള്ളി ട്രെയിനിൽ നിന്ന് വീഴാൻ പോയപ്പോൾ പുള്ളിയെ കൈ കൊണ്ട് കോരി എടുത്ത് ട്രെയിനകത്ത് വെച്ചു. അന്നേരം പുള്ളി എന്നെ പുഷ് ചെയ്തപ്പോൾ എനിക്ക് പിടിവിട്ട് ഞാൻ താഴോട്ട് വീഴുകയും എൻ്റെ കാലിൽ കൂടെ ട്രെയിൻ വീലുകൾ കയറി ഇറങ്ങി പോവുകയും ചെയ്തു. പക്ഷെ അവിടുന്ന് അത് കണ്ട് എല്ലാവരും പേടിച്ചിട്ട് എന്നെ ആരും ഹോസ്പിറ്റലിൽ എത്തിക്കാനോ അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാനോ അവർക്ക് രക്ഷപ്പെട്ടു. അദ്ദേഹം ട്രെയിനിൽ കയറി. അപ്പോൾ എല്ലാവർക്കും ഒരു മടിയായി. ഈ ചോരയിൽ കുളിച്ച് കിടക്കുന്നവരെ എടുക്കാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുകയും ഞാൻ അവസാനം ഒരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തരാൻ പറയുകയും അങ്ങനെ ഒരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തരുകയും അറ്റുപോയ വിരലുകളെല്ലാം എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. അതെനിക്കൊരു കൂടുതൽ രക്ഷാപ്രവർത്തനം ചെയ്യാൻ, അതായത് ചോരയിൽ കുളിച്ച് കിടക്കുന്നവരെ കൂടുതലെടുത്ത് യേശുവിൽ എത്തിക്കാനായിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. ആ രക്ഷപ്പെടുത്തിയ ആള് പിന്നീട് ജീവനോടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കോവിഡിന് ശേഷം ആണ് അദ്ദേഹം മരിച്ചു പോയത്. അദ്ദേഹം മരിക്കുന്നതിന് വരെയും എല്ലാ ദീപാവലിക്കും എനിക്ക് സീറ്റ്സ് അയച്ചു തരുമായിരുന്നു. ആ ഒരു നന്ദി ഉണ്ടായിരുന്നു. തീർച്ചയായും. അപ്പോൾ ടിജോയുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെന്നൈയിൽ മാത്രമാണോ? നമ്മുടെ നാടിനെയും കൂടെയൊക്കെ ഓർത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? എന്റെ കുടുംബ വീട് ഇതാണ്, എന്നെ കെട്ടിച്ചു വിട്ടതാണ് അങ്ങോട്ടെന്ന് പറയാം. ചെന്നൈ ഒരിക്കലും ഞാൻ എന്റെ നാടിനെ മറന്നിട്ടില്ല. 2018 കേരളം കണ്ട ഏറ്റവും മഹാപ്രളയത്തിൽ ഏകദേശം 20 ടണ്ണോളം മെറ്റീരിയൽ ഞങ്ങൾ എന്റെ ടീം അവിടുന്ന് ചെന്നൈയിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരികയും ഇവിടെ നമ്മുടെ SB കോളേജിൽ അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെങ്ങന്നൂർ സ്റ്റേഷൻ പരിസരത്ത് ഞങ്ങൾ പോവുകയും ആ ചെങ്ങന്നൂർ അവിടെയുള്ള ഒരുപാട് വെള്ളം കയറിയ വീടുകൾ ആൾക്കാരെ രക്ഷിക്കുകയും അവിടെ ഈ സാധനങ്ങൾ കൊടുക്കുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നത്തെ മന്ത്രി സജി ചെറിയൻ സാറാണ് ഇത് വന്ന് ഹാൻഡ് ഓവർ ചെയ്തത്. സ്വന്തം നാടിന് വേണ്ടിയിട്ടും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തതായിട്ട് അന്ന് എൻ്റെ ഇടവകയായ തുരുത്തി ഇടവകയിലും ഒരു ക്യാമ്പ് ഉണ്ടെന്ന് അറിയുകയും അന്ന് ഫാദർ ഗ്രിഗറി അച്ഛനാണ് വന്നത്. അച്ഛനും ഇതിന്റെ ഒരു പാർട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടി അതുപോലെ തന്നെ സാമൂഹിക സേവനത്തിനുള്ള ആദരവ് ടിജോയ്ക്ക് മാത്രമല്ല, ടിജോയുടെ സഹോദരൻ സുജോ കെ വർഗീസിനും ഇതുപോലെ ഒരു ആദരവ് ലഭിച്ചിട്ടുണ്ട്. COVID-19 മഹാമാരിയുടെ കാലത്ത് ലോക്ക്ഡൗണിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ, അതായത് കൊറോണ നിയന്ത്രണ വിധേയമാകുന്നത് വരെയുള്ള മുന്നണി പോരാളിയായി പ്രവർത്തിച്ചതിന് ചങ്ങനാശ്ശേരി നഗരസഭയും സുജോ കെ വർഗീസിനെ പ്രത്യേകമായിട്ട് ആദരിക്കുകയുണ്ടായി. ടിജോയ്ക്ക് അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവാനാണ് ടിജോയുടെ പിതാവ്. മുൻ റെയിൽവേ ഉദ്യോഗസ്ഥനും കൂടിയാണ്. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം പുരസ്കാരങ്ങളും ഫലകവുമൊക്കെ തൻ്റെ ഇടവകയായ തുരുത്തി മർത്തമറിയം ഫൊറോന ദേവാലയത്തിലെത്തിക്കുകയും അവിടെ ബഹുമാനപ്പെട്ട വൈദികരെ കാണിക്കുകയും തൻ്റെ സേവന രംഗങ്ങൾ വിശദീകരിക്കുവാനുമൊക്കെ ആ പിതാവ് നിർദ്ദേശിക്കുകയായിരുന്നു. വേദനിക്കുന്നവരുടെയും കഷ്ടത അനുഭവിക്കുന്നവരുടെയും ആരുമില്ലാത്തവരുടെയും ഒക്കെ കണ്ണുകളിലാണ് നാം ഈശ്വരനെ ദർശിക്കേണ്ടത്. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.